Always go with your passion. Never ask yourself if it is realistic or not. And we are behind those who are passionate about their cars. Hi, this is Dhruv. Welcome to Autograph. Every car has its own story and every individual has his own memory. Unlike others, we give them a chance. Let the one who owns it share his experience, share his reviews and share his passion too. Moving on to our first segment, My Car, My Life. ഡ്രൈവിംഗ് എനിക്ക് കുഞ്ഞിലെ തൊട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് അമ്മയുടെ കയ്യിൽ നിന്നാണ്. ഷീ യൂസ് ടു ട്രാവൽ എ ലോട്ട് ആൻഡ് ആ ഒരു അനുഭവമാണ് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കൂടുതലും ഇൻട്രസ്റ്റ് തോന്നിയത്. പിന്നെ ഇപ്പം ഒരു ഇതില്ലാതെ, കാരണം ബോത്ത് മെൻ ആൻഡ് വിമൻ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതില്ലാണ്ടാണ് ഇപ്പം ഡ്രൈവിങ്ങിനെ കൂടുതലും കാണുന്നത്. പിന്നെ ഫോർ വിമൻ ഐ തിങ്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫ്രീഡം ടു ട്രാവൽ എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം വിത്തൗട്ട് എനി ഹെൽപ്പ് അല്ലെങ്കിൽ ഫോർ എമർജൻസീസ് ആൻഡ് ഓൾ. ആൻഡ് പിന്നെ അത് കുറച്ച് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നത് ഒരു from my personal experience. So I love driving. ഫസ്റ്റ് ടൈം എനിക്കൊരു കാരണം ചെറിയ കാർ യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു വലിയ ഒരു കാറിലേക്കുള്ളൊരു ട്രാൻസിഷൻ കുറച്ചൊരു ടെൻസ്ഡ് ആയിരുന്നു. ബട്ട് പിന്നെ അത് എടുത്തു കഴിഞ്ഞപ്പം വളരെ കൂളായി. ആ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമല്ലായിരുന്നു, ഒരു 1 second ഡ്രൈവൊക്കെ ആകുമ്പോഴത്തേക്കിനും ആ ഒരു ടെൻഷനും പിന്നെ അതിൻ്റെ ഒരു സൈസൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് തോന്നിയത്. ഹസ്ബൻഡ് ഇല്ലാത്തപ്പോഴാണ് ഞാൻ ആദ്യം സഫാരി എടുത്ത് തുടങ്ങിയത്. ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു, പുള്ളിക്കും പേടിയായിരുന്നു ആ ഒരു എങ്ങനെ ഞാനത് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് കൊണ്ടാണ് ഫസ്റ്റ് സഫാരി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ 2010 ഞങ്ങൾ സഫാരി എടുക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു അപ്പിയറൻസും കാരണമാണ് അതെടുക്കാൻ കാരണം. ആൻഡ് പിന്നെ ഒരു ലോങ് ഡ്രൈവ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പിന്നെ ഞങ്ങൾ യൂഷ്വലി വി ഗോ ഫോർ ഡോഗ് ഷോസ് ആൻഡ് ഓൾ. സോ ഈസിലി വി ക്യാൻ അക്കോമഡേറ്റ് 2-3 dogs. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സഫാരി എടുക്കാൻ കാരണം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ടൗണിൽ കൂടെ പോകുമ്പം പാർക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ്ലി എനിക്കൊരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ബട്ട് ഇപ്പം ഐ യൂസ് ടു ഡു ബിക്കോസ് ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെവി ഹെക്റ്റിക് ആയിട്ടൊന്നും തോന്നാറില്ല. ഈ ഒരു കാറിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതിൻ്റെ ലുക്കാണ്. അതൊരു ഹ്യൂജ് ഒരു ഹെവി ലുക്ക് ഉണ്ടാവും. മോറോവർ ട്രിപ്സിനൊക്കെ പോകുമ്പോൾ അതായത് ഫാമിലി ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇറ്റ്സ് ക്വയറ്റ് ഈസി അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും ലഗേജ്. കാരണം സ്പേഷ്യസ് ആയത് കാരണം
we can accommodate so many things and members. So അതൊക്കെ ഇതിൻ്റെ ഒരു വലിയൊരു ഫീച്ചറാണ്. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.